ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അതിൽ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അനുമോളും രേണുസുധിയും അടങ്ങുന്ന കുറേയേറെ പേർ അതിലുണ്ട്. പക്ഷേ ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ നിലവാരം ഒരുപാട് താഴേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ ഒരു ലെജൻഡായിട്ടുള്ളൊരു ആക്ടർ ഇത്തരത്തിലൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിൽ ഈ വരുന്ന ആളുകളുടെ ക്വാളിറ്റി അതൊരു പ്രധാനമാണ്. ഒരുപക്ഷെ ഈ ബിഗ് ബോസിലൂടെ വരുന്നവർ പിന്നീട് ആ ബിഗ് ബോസിൻ്റെ ഒരു ഫൈനൽ കഴിയുമ്പോൾ ഒരു 1-2 മാസം കഴിയുന്നതോടുകൂടി ഇവർ പിന്നെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ആ രീതിയിലുള്ളൊരു കുപ്രസിദ്ധി എന്ന് തന്നെ ഇതിനെ പറയാം. ചിലരൊക്കെ നല്ല നിലയിലെത്തിയവരും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം വഴി എന്താണ് ഒരു സമൂഹത്തിന് നൽകുന്ന സന്ദേശം? പ്രത്യേകിച്ച് ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണ്. അത് ഒരു നേരെ വീട്ടിലേക്ക് എത്തുകയാണ്, സ്വീകരണ മുറിയിലേക്ക് എത്തുകയാണ്. ഇത് നൽകുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശരിക്കും ഞാൻ ഇത് സീസൺ 7 തോന്നുന്നു. ഞാൻ വളരെ കുറച്ചേ ഇത് കണ്ടിട്ടുള്ളൂ, കുറച്ച് എപ്പിസോഡുകൾ. എനിക്കിത് നിരന്തരമായി കാണുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത്തവണ ആരൊക്കെയാണ് മത്സരാർത്ഥികളെന്നറിയാൻ വേണ്ടി ആ സെലക്ഷൻ്റെ ദിവസം ഞാൻ കുറച്ചു നേരം കണ്ടിരുന്നു. അന്ന് ഞാൻ തീരുമാനമെടുത്തു ഇനി മുമ്പോട്ട് ഇത് കാണില്ല. കാരണം ഞാൻ ആരെയും കുറ്റം പറയില്ല. ഇതിലേക്ക് വരുന്ന രേണുസുധി എന്ന് പറയുന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് സോഷ്യൽ മീഡിയ പറയുന്നത് രേണുസുധി രക്ഷപ്പെട്ടു കേട്ടോ, ഇനിയിപ്പോൾ അവർ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരും. ഈ ബിഗ് ബോസിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ മത്സരിച്ച ആരാണ് ജീവിതത്തിൽ എന്തെങ്കിലും ആയത്? അതെ, ഒരു അഖിൽമാരാറുണ്ട്. അഖിൽമാരാർ അല്ലെങ്കിൽ തന്നെ നല്ല ബുദ്ധിയും വിവരവുമുള്ള, നല്ല ഉരുളയ്ക്കുപ്പേര് പോലും മറുപടി പറയുന്ന, നല്ല സാമൂഹിക ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിയാണ്. അതുപോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ ഒരു താല്പര്യം. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വിജ്ഞാനപ്രദമായ രീതിയിലുള്ള കാര്യം. അതെ. എന്നാൽ ഇവിടെ വഴക്ക്, പിണക്കം, ചീത്തവിളി, ചെറിവിളി, പിന്നെ അതിനകത്ത് പ്രണയം, ഇതൊക്കെയാണ് കാണാൻ മനുഷ്യനാഗ്രഹം. അതിപ്പോൾ ആരോ പറഞ്ഞതുപോലെ പൈങ്കിളി വിഷയങ്ങൾ കാണുക എന്ന് പറയുന്നത് അതിന് കാഴ്ചക്കാർ കൂടും. ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം. ഒരിക്കൽ ഭാഗ്യലക്ഷ്മി ഇതിലുണ്ടായിരുന്നു. അതിനുശേഷം ഭാഗ്യലക്ഷ്മിയോട് ഞാൻ ചോദിച്ചു, ഇത് സ്ക്രിപ്റ്റഡ് ആണോ ഇതിലെ വഴക്കും പിണക്കവും? അല്ലേ? അപ്പം പറഞ്ഞു കുറച്ചൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, കുറച്ചൊക്കെ നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. ഇത് 100 ദിവസത്തോളം ശ്വേതാമേനോൻ ഒരിക്കൽ പങ്കെടുത്തത്. അതെ, 100 ദിവസത്തോളം ഒരടച്ചിട്ട സ്ഥലത്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ, അതിനകത്ത് 10-20 പേര് ഒന്നിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വഴക്കും പിണക്കവും പ്രണയവും വൈരാഗ്യവും എല്ലാം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പിന്നെ ബിനു ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് മലയാളി സമൂഹത്തിന് നൽകുന്നത് എന്താണ്? അങ്ങനെ ചോദിച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ആയിരിക്കണം. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സമൂഹത്തിന് വിനോദം നൽകുന്നുണ്ട് എന്ന് പറയാം. എന്നാൽ അത് സെൻസർ ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ സെൻസർ ചെയ്യപ്പെടുന്നില്ല. എഡിറ്റഡായിരിക്കും, എഡിറ്റ് ചെയ്യുന്നുണ്ടാവും, ഷൂട്ട് ചെയ്ത് അതേപടി കാണിക്കുന്നുണ്ടാവില്ല, എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതിലെന്തെല്ലാം കോമാളിത്തരം കാണിച്ചാലും അത് സെൻസർ ചെയ്യപ്പെടുന്നില്ല. പിന്നെ ഇത് സീരിയൽ കാണുന്ന സ്ത്രീകളാണ് ഇതിൻ്റെയും കാഴ്ചക്കാർ. അപ്പം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്തെങ്കിലുമൊക്കെ ബഹളം വെക്കുന്നവർ ജനശ്രദ്ധ ആകർഷിക്കും. അത് പ്രശസ്തിയല്ല, കുപ്രസിദ്ധിയാണ്. പ്രസിദ്ധിയും കുപ്രസിദ്ധിയുണ്ട്. അപ്പോൾ അങ്ങനെ കുപ്രസിദ്ധി നേടുന്നവരും പണമുണ്ടാക്കുന്നുണ്ട്, പേരുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ രേണുസുധി എന്ന് പറഞ്ഞ ആ സ്ത്രീയൊക്കെ ഒരു ഇൻ്റർവ്യൂവിന് 10,000 രൂപയ്ക്ക് മേടിക്കുമെന്ന് പറയും. അതെ, അവർ പറഞ്ഞു അത്രയും കാശൊന്നുമില്ല, അപ്പോൾ കാശ് മേടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുപ്രസിദ്ധി ഉണ്ടാക്കിയവരുടെയും കൂടി ഒരു സമ്മേളനമാണ് ബിഗ് ബോസ്. അവർ ബിഗ് ബോസിലൂടെ വന്ന് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ 50,000 രൂപയും 35,000 രൂപയൊക്കെ പെർ ഡേ കൊടുത്തിട്ടാണ് അതിനകത്ത് ആളുകളെ സംഘടിപ്പിക്കുന്നത്. അത്രയും സ്പോൺസേഴ്സ് ഉണ്ട്. പിന്നെ മോഹൻലാൽ തന്നെ എത്രയോ കോടി രൂപ മേടിച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പം മോഹൻലാൽ കഴിഞ്ഞ സീസണോടെ ഇത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു സിനിമ അവർ ജിയോ ഹോട്ട്സ്റ്റാർ എടുത്തത് കൊണ്ട്, എമ്പുരാനാണോ എനിക്കറിയില്ല, ഒരു സിനിമ എടുത്തു. അപ്പോൾ കമ്മിറ്റ് ചെയ്തതാണ് ഇത്തവണയും കൂടി ചെയ്യാമെന്ന്. അത് രണ്ടും ഏഷ്യാനെറ്റിൽ ആണ് ആ സിനിമ സാറ്റലൈറ്റ് എടുത്തതും, അതോടൊപ്പം തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് OTT എടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ സീസണോടുകൂടി മോഹൻലാൽ ഇത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ വർഷം കൂടി ഇതിൻ്റെ പേരിൽ തുടരാൻ തീരുമാനിക്കും. അത് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ്. അതെ. അപ്പോൾ മോഹൻലാലിനെ പോലെ
ഒരു പ്രതിഭ ഇത്തരം കോമാളിത്തരങ്ങൾക്ക് എന്തിന് വേഷം കെട്ടുന്നുവെന്ന് പല പ്രശസ്തനും ചോദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ തന്നെ ഇത് മറ്റൊരു അഭിനയമാണ്. പണം എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും അതിൻ്റെ ഇത്. ഇനി മോഹൻലാൽ ഇതിൽ നിന്ന് പിന്മാറിയാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് തവിട് പൊടിയാണ്. കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അട്രാക്ഷൻ ഉണ്ട്. ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ വന്നിട്ട് ആരെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്ന ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതെ, അത് മാത്രമല്ല ഇൻട്രൊഡക്ഷൻ സെക്ഷനും വളരെ മനോഹരമായി മോഹൻലാൽ അല്ലാതെ മോഹൻലാൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല, മോഹൻലാൽ എന്ന് പറയുന്ന നടനെ കണ്ടിരിക്കാൻ പ്രേക്ഷകന് കൊതിയാണ്. ഈ നമ്മൾ നേരത്തെ ഒരിക്കൽ ചർച്ച ചെയ്തപ്പോൾ ആനയും കടലും ഒക്കെ കാണുന്നത് പോലെ ഇപ്പോൾ കടൽ തീരത്ത് പോയി കുറേ നേരം ഇങ്ങനെ കടലിലേക്ക് നോക്കിയിരുന്നാൽ എന്താണ് കിട്ടുന്നത് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. അല്ല, അതിൽ ഞാനും ആ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു. അതിൽ വരുന്ന അനുമോളും ഒക്കെ വന്നിട്ട് പറയുന്ന ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്, എല്ലാവരും നീ ഒന്ന് ഹഗ് ചെയ്യാവുന്നു. അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട്, ഇത് ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. കാരണം അത്രയധികം ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും. അതെ, അത് തന്നെയാണ് ഞാൻ മോഹൻലാലിനെ കുറിച്ച് എന്താണ് പറയുക, ആ ചിരിയും ആ സംസാരവും അതിലൊരു ലാളിത്യമുണ്ട്, സ്നേഹമുണ്ട്, ഒരു ഹൃദയബന്ധം ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ ഷോ സക്സസ് ആയി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിലെ ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി. അത് ഫേസ്ബുക്ക് തുറന്നാൽ അത് മാത്രമേ കാണാനുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയധികം കാഴ്ചക്കാരുണ്ടോ അതിന്, അത്രയധികം ഫോളോവേഴ്സ് ഉണ്ടോ. അപ്പം ഇതിലെ മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം, അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഒരിക്കലും ഒരു ഗായകനോ മറ്റേ പറയുന്നത് കേട്ടു, അദ്ദേഹം ഈ സ്മോക്ക് ചെയ്യുന്ന ആളാണ്, ലഹരി ഉപയോഗിക്കുന്ന സോമദാസ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് എങ്ങനെയും പുറത്തിയാടാൻ നോക്കിയിട്ട് ഉള്ളിൽ ഉദ്ദേശിച്ച കാര്യം വഴക്കുണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് പുറത്താക്കുക, അലമ്പുണ്ടാക്കുക, എല്ലാവരുമായിട്ട് വഴക്കുണ്ടാക്കുക. ഈ വഴക്കുണ്ടാക്കിയപ്പോൾ മാർക്ക് കൂടി, എല്ലാവരും വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇറങ്ങാൻ പറ്റുന്നു, അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവസാനം പുറത്താക്കപ്പെട്ടു. അയക്ക് സ്മോക്ക് ചെയ്യാതെ ഡ്രഗ്സ്. അല്ല, അത് മാത്രമല്ല, സ്മോക്കിങ്ങും അല്ലെങ്കിൽ ഡ്രിങ്കിങ് എന്നതിനേക്കാൾ ഉപരി ഒരു മനുഷ്യന് സ്വകാര്യതകൾ വേണമല്ലോ ജീവിതത്തിൽ, എത്ര വലിയ വ്യക്തിയാണെങ്കിലും. പക്ഷേ ഇത് 24 മണിക്കൂറും നമുക്ക് മുന്നിൽ ക്യാമറയാണ്. ടോയ്ലറ്റിൽ ഒഴികെ ക്യാമറ, ബാക്കി സ്ഥലത്ത് പോലും ക്യാമറ. നമ്മുടെ ഒരു 24-48 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ഇതും പുറത്തു വരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് തന്നെയാണ്, അതാണ് ഇതിന്റെ മാർക്കറ്റിംഗ്. ഇത് വിദേശ രാജ്യങ്ങളിൽ ചെയ്ത് സാധനമാണ്. അതിന്റെ ഒരു ഇമിറ്റേഷൻ ഒരാളുടെ എല്ലാ സംഭവങ്ങളും പുറത്തു വരും, സൈക്കോ എല്ലാം പുറത്തു വരിക. ആക്ച്വലി ഒരു 100 ദിവസം കൊണ്ട് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഡേ അഭിനയിക്കാം, വളരെ സ്നേഹബന്ധം. ഗ്രാജുവലി ഇതിനകത്ത് ഇവരുടെ ഉള്ളിലിരിക്കുന്നത് പുറത്തു വരും. അതാണ് അടിസ്ഥാനപരമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലര് സൈക്കോപാത്തുകൾ ഉണ്ടാവും, പിന്നെ ഈ ദേഷ്യം പകയും എല്ലാം ഉള്ളവരുണ്ടാവും. ആദ്യം അഭിനയിച്ച് വരുന്നവർ ഗ്രാജുവലി ഒറിജിനൽ സ്വഭാവം വിഷാദ രോഗത്തിലേക്ക് വരാം. ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മാർക്കറ്റ്. ആക്ച്വലി മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഞാൻ അന്ന് പറഞ്ഞ അത് മാത്രമല്ല, ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം 20 ദിവസം കണ്ട് ഒരു ഹോട്ടൽ മുറിയിൽ പാർപ്പിച്ച ശേഷം മൊബൈലെല്ലാം മാറ്റി കൃത്യസമയത്ത് ഭക്ഷണം കൊണ്ടുവന്ന് ആ ഹോട്ടലിൽ കൊടുക്കുക, ഒരാളിനെ പോലും കാണാൻ പറ്റാതെ. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പരിപാടികളുണ്ട്. ശൂന്യാകാശ സഞ്ചാരികളെ പരിശീലിപ്പിക്കുന്ന പോലെയാണ്. കാരണം അങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നു. അപ്പം ഈ ഭാഗ്യലക്ഷ്മി പറയുണ്ടായി, ഭാഗ്യലക്ഷ്മിയുടെ ഹസ്ബൻഡ് മരിക്കുന്നത് ഭാഗ്യലക്ഷ്മി അവിടെ ഉള്ളപ്പോഴാണ് അതറിയുന്നത്. അവസാനം എന്താണ് അതിലെ ബോസോ അവിടെ ശബ്ദത്തിൽ വന്നിട്ട് ഇവരെ തനിച്ചൊരു മുറിയിൽ കൊണ്ടിരുത്തി പറയുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇവർ ഒരുപാട് കരയുന്നു. അപ്പം കുറച്ച് ആശ്വസിപ്പിക്കുന്നു. അപ്പം മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു സ്ഥലത്ത്, ഇതൊരു വലിയ കൊട്ടാരം പോലെയാണെങ്കിൽ മനുഷ്യനങ്ങ് സമനില തെറ്റും. മുംബൈയിലാണെന്ന് തോന്നുന്നു അല്ലേ? മുംബൈയിലാണ്, അല്ല ചെന്നൈയിലാണ്, എവിടെയോ മനുഷ്യരുടെ സമനില തെറ്റി. അത് തന്നെയാണ് അവർക്ക് വേണ്ടത്. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം അത് തന്നെയാണ്. ഇപ്പം എന്തായാലും കോടിക്കണക്കിന് രൂപ ചാനൽ ഉണ്ടാക്കും, മോഹൻലാൽ ഉണ്ടാക്കും, അതിലെ മത്സരാർത്ഥികളും ഉണ്ടാക്കും. ജനങ്ങൾ വിഡ്ഢികളായി ഇരുന്ന് ഫോണിലൂടെ വോട്ട് ചെയ്യുകയും ചെയ്യും. ഇതാണ് ശരിക്കും ബിഗ് ബോസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.